വെൽക്കം ടു ലിറ്റിൽ ട്രാവലർ മല്ലു. അപ്പോൾ എൻ്റെ പുതിയ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബ്യൂട്ടി ഓഫ് വയനാട്. നമ്മുടെ കേരളം ടൂറിസത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല. അത് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും അതേപോലെ റിസോർട്ടുകൾ അതേപോലെ ഫോറസ്റ്റൊക്കെ ഉള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല. അപ്പോൾ വയനാട്ടിലെ പല പല സ്ഥലങ്ങൾ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീരീസിന് ഞാൻ കൊടുത്തിട്ടുള്ള പേരാണ് ബ്യൂട്ടി ഓഫ് വയനാട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ബ്യൂട്ടി ഓഫ് വയനാടിൻ്റെ എല്ലാ എപ്പിസോഡും കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മളെ വയനാട്ടിൽ ശുദ്ധജല തടാകത്തിൽ വലിപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള നമ്മളെ പൂക്കോട് തടാകം. ഇതിൻ്റെ കൂടെയുള്ളത് നമ്മളെ ചങ്ക് ബ്രോ അനിലുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പൂക്കോട് നിന്നാണ്. ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എൻട്രി ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 15 രൂപ ആണ്. പിന്നെ ബോട്ടിങ്ങിന് പെഡൽ ബോട്ട് 2 സീറ്റുള്ളതിന് 200 രൂപയും 4 സീറ്റുള്ളതിന് 350 രൂപയാണ് 20 മിനിറ്റ് സമയത്തേക്ക് ചാർജ് വരുന്നത്. പിന്നെ തുഴ ബോട്ടുണ്ട്, അവർ തുഴന്ന് നമ്മൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റും 7 പേർക്ക്. അതിന് ചാർജ് വരുന്നത് 500 രൂപയാണ് 30 മിനിറ്റ് സമയത്തേക്ക്. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടും വഴിയുണ്ട്, വലത്തോട്ടും വഴിയുണ്ട്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റി കറങ്ങി ഈ തടാകം കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുന്ന് വലത്തോട്ടാണ്. ഇപ്പം ബോട്ടിങ്ങിൻ്റെ സ്ഥലമൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഞാൻ അവിടെ എത്തും, അപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതിലെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് അത് നിർത്തി വെച്ചതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ല. അതേപോലെ ബോട്ടുണ്ട്, പക്ഷേ ബോട്ടൊക്കെ ആൾ ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത് വൈകുന്നേരമാണ്. അപ്പോൾ അന്നപ്പോഴേക്കും ഒരുപാട് ആൾ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബോട്ടിങ് തീർന്നിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അതിന് എന്താ പറയുന്നത്, ഇങ്ങനത്തെ സ്ഥലം അടിപൊളിയല്ലേ, സൂപ്പർ സ്ഥലം. ഇതിപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്നു വന്നിട്ടുള്ള തടാകത്തിൻ്റെ ഒരു വ്യൂ ആണ്. അതേപോലെ നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ ഇതാ കുറേ പെഡൽ ബോട്ടും കാണാം. അനി ഈ തടാകത്തിൻ്റെ ഷേപ്പ് ഒരു ഇന്ത്യൻ്റെ മാപ്പിലല്ലേ, ഇന്ത്യൻ്റെ മാപ്പിൻ്റെ ഷേപ്പിലല്ലേ ആണല്ലേ. ഇതിപ്പോൾ നമ്മൾ നടന്ന് സെൻറ്ററിൽ എത്താനായിട്ടോ. ഈ ഏരിയ ഒക്കെ കണ്ടില്ലേ, നമ്മൾ നടക്കുമ്പോൾ തന്നെ നല്ല കിടിലൻ ലുക്ക് സ്ഥലമാണ്. ഈ ഏരിയയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ടീമാണ് നമ്മൾ ആ മുന്നിൽ കാണുന്നത്. ബേർഡ് വാച്ചിങ് ഏരിയ ഇതാണ്. ഇവിടുന്ന് ഏതെങ്കിലും ബേർഡിനെ കാണുമോ നോക്കാം നമ്മൾ. അനി ഏതോ കാണുന്നുണ്ടോ? കൊക്കോ എവിടെ? കറുത്തതോ? അത് ലോങ്ങിലാ. സൂം ചെയ്താ കാണുമോ നോക്കാം. ഈ ഒരു കൊക്കാണ് ഇവിടെ ബേർഡായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഒരു പക്ഷേ ഉണ്ടാവാൻ മതി, ഇനിയിപ്പോൾ ഓരോ സമയത്തായിരിക്കും, നമ്മളെ ഭാഗ്യം പോലെ ആയിരിക്കും കാണാൻ. ഉള്ളിലൊരു വഴിയുണ്ട് അല്ലേ ഇനി, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലുണ്ട്. അനിയെ ഓടണ്ട, വല്ല പാമ്പങ്ങ ഉണ്ടോ നോക്കിക്കോ. പുലിമുരുകനോ? അയ്യോ, എന്നാ കുഴപ്പമില്ല. നമ്മൾ വന്ന സ്ഥലം ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് സെൻറ്ററിൽ എത്തിക്കുന്നില്ലേ, അതാണ് നമ്മൾ വന്ന സ്ഥലം. ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുന്ന് ലോങ്ങിലേക്ക് കാണുന്നത്. അവിടെ നമ്മൾ എത്തും കേട്ടോ, റൗണ്ട് അടിച്ച് അവിടെ എത്തും. അപ്പോൾ കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അവിടെ എന്തോ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ടല്ലോ, ഇവിടെ പൂക്കൾ പറിക്കരുത് കേട്ടോ. പക്ഷെ പൂക്കൾ നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ. ഇനി പറിക്കരുത്, പുല്ല് പറിക്കരുത് പറഞ്ഞാൽ ഓക്കെ അല്ലേ.
ഇവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട അതേ സൈറ്റ് തന്നെ അല്ലേ? പക്ഷേ നല്ല രസമുണ്ടല്ലേ, അതിൻ്റെ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും അല്ലേ? ഈ കാണുന്ന ഇതാണ് മീൻ വളർത്തൽ കേന്ദ്രം. പൂക്കോട് മീൻ വളർത്തലും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലേക്കിൽ മാത്രം കാണുന്ന പൂക്കോട് പരൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല, അങ്ങനെ നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം പൂക്കോട് പരൽ. അത് ഈ ഒരു തടാകത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൈഡിൽ ഇരിക്കാനുള്ള ചെയർ കാണാറുണ്ടായിരുന്നു, ഇപ്പം ഒന്നും കാണുന്നില്ല. അല്ല നീ അല്ല ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്, നമ്മൾ നടന്നിട്ടാണോ അറിയില്ല കാണുന്നില്ല. ഇവിടെ വരാത്തവർക്ക്, വയനാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒരു കാട് അതേപോലെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന നേരെ ഒരു അടിപൊളി ഫീലിംഗ്. അല്ല നീ ഏത് സമയത്തും വരാം. വെയിൽ ഇവിടെ ഉള്ളിൽ കടിക്കൂല അല്ലേ? ഇല്ല, അത്രയും കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഇതൊക്കെ നിൽക്കുന്നത്, ഈ ഒരു മരങ്ങൾ നിൽക്കുന്നത് അത്രയും കവർ ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും തണുപ്പേ ഉണ്ടാവും, എന്നാലും ചൂടുണ്ടാവില്ല. ഇതാണ് ഘോരവനം. അനി പറഞ്ഞതാണ് ഇതാണ് ഘോരവനം. ഈറ്റുണ്ട് ഇഷ്ടം. ഇപ്പൊ തടാകത്തിന്റെ സൈഡിൽ കൂടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നിപ്പോൾ നമ്മൾ ഇവിടെ അവസാനിക്കാനായിട്ടോ, ആ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ എത്താനായി. അപ്പോൾ ഈ ഒരു നടത്തം തന്നെ നമുക്ക് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് റൗണ്ട് അടിച്ച് ബോട്ടിങ്ങിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അനിയേ, അവിടെ സീറ്റ് ഉണ്ടല്ലോ, അവിടെ പോയിരുന്നാലോ? അവിടെ പോയി. അങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ച് വന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, വിശ്രമിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മളെ ബോട്ടിംഗ് വെക്കാം. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ പോയി കയറാം. അതാണ് ആ ഗ്രീൻ ആ കാണുന്നതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ, ബോട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. എൻട്രൻസിൻ്റെ ഇതല്ല. ശരിക്കും ഒരു 3 മലയുടെ ഉള്ളിലാണ് ഈ തടാകം. ഈ ഒരു 3 സൈഡ് മലകളാണ് അല്ലേ? 3 സൈഡ് മലകളാണ്. ഇതിലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഇത് കാണുമോ നമുക്ക്? അത് കണ്ടോ, 3 സൈഡും മലകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രലായിട്ട് താഴ്ഭാഗത്തായിട്ട് സെൻട്രലായിട്ട് ആണല്ലേ ഈ തടാകങ്ങളിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ മറക്കണ്ട ലൈക്ക് ഷെയർ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.